NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും മുൻ മന്ത്രി ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കങ്ങൾ മറനീക്കി പുറത്തേക്ക്. സുകുമാരൻ നായർ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നുവെന്നും ഗണേഷ് കുമാർ. സുകുമാരൻ നായർ ചെറുമകന് നിയമം ലംഘിച്ച് ജോലി നൽകിയെന്നും ആരോപണം. ഗണേഷിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ സുകുമാരൻ നായർ അണിയറയിൽ പ്രവർത്തിച്ചുവെന്നും വിമർശനം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും മുൻ മന്ത്രി KB ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തമായി കത്തിപ്പടരുന്നു. NSSന് ജനാധിപത്യ സംസ്കാരം നഷ്ടമാകുന്നുവെന്നും അഴിമതിയും സ്വജനപക്ഷവുമാണ് സുകുമാരൻ നായർ നടത്തുന്നതെന്നുമാണ് ഗണേഷ് കുമാർ വിമർശിച്ചത്. NSS ആസ്ഥാനത്ത് പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നാൽ ബോധപൂർവം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് സുകുമാരൻ നായരുടെ ധാർഷ്ട്യ ശൈലിയെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചിരുന്നു. ഇതിന് പ്രതികരണവുമായി സുകുമാരൻ നായർ രംഗത്തെത്തുകയും രൂക്ഷഭാഷയിൽ ഗണേഷിനെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സുകുമാരൻ നായർ വളഞ്ഞ വഴിയിൽ ബന്ധുക്കൾക്ക് ജോലി സംഘടിപ്പിച്ചതിനെ ചൂണ്ടിക്കാട്ടി വീണ്ടും ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. ഇതോടെ NSS ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന വലിയ അഴിമതികളുടെ ചിത്രം കൂടിയാണിപ്പോൾ പൊതുസമൂഹത്തിൽ എത്തിയിരിക്കുന്നത്. കേസ് കൊടുത്താൽ സുകുമാരൻ നായരുടെ ആയുഷ്കാലത്ത് തീർപ്പാകില്ലെന്നും അതിനായി NSSന്റെ പണം ചെലവഴിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സുകുമാരൻ നായർ 2 മാസം മുൻപ് ചെറുമകന് നിയമം ലംഘിച്ച് ജോലി നൽകിയെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. ഞാൻ കേസ് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കേസുകെട്ടുകൾ ഒഴിവാക്കണമെന്ന് മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്താൽ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് കേസ് നടത്തില്ല. അതിന് അദ്ദേഹം മന്നത്ത് ആചാര്യൻ പിടിയരി ശേഖരിച്ചുണ്ടാക്കിയ NSSന്റെ പണമെടുത്ത് കേസ് നടത്തും. സിവിൽ കേസ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്ത് തീർപ്പാകില്ല. കാരണം മുൻപൊരു കേസിൽ അദ്ദേഹം NSSന്റെ പണമെടുത്ത് വക്കീലിനെ വെച്ച് 89 തവണ കോടതിയിൽ കേസ് മാറ്റിവെപ്പിച്ചു. അന്തസ്സുണ്ടെങ്കിൽ കേസ് വാദിക്കണം. ഇത്രയും തവണ കേസ് മാറ്റിവെക്കുന്നത് ജുഡീഷ്യറിയോട് കാണിക്കുന്ന മര്യാദകേടാണ്. ഞാൻ കേസ് കൊടുത്താൽ എന്റെ കാശ് പോകും. ഞാൻ ഒറ്റയ്ക്കാണ്. സ്വന്തം പൈസ ചെലവാക്കാൻ സുകുമാരൻ നായർ തയ്യാറാണോ? എങ്കിൽ ഞാനും തയ്യാറാണ്. സുകുമാരൻ നായർ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ഇനിയും ലോകത്തോട് വിളിച്ചു പറയും. ഇത് കേൾക്കുന്ന നിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. 44 പേർക്കാണ് ജോലി കൊടുത്തത്. ചെറുമകന് 2 മാസം മുൻപ് +2 ലാബ് അസിസ്റ്റന്റായി ജോലി കൊടുത്തു. ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് എന്തിനാണ് പണം എടുത്തതും തിരിച്ചിട്ടതും? തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്ന കോളേജ് വാങ്ങിയതായി മന്നത്ത് ആചാര്യന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ കോളേജ് എവിടെ? അതിന്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? അതിന്റെ ഇപ്പോഴത്തെ ഉടമകൾ ആരാണ്? ഇതിനെല്ലാം സുകുമാരൻ സാർ ഉത്തരം നൽകണം. അല്ലാതെ ഒഴിഞ്ഞു മാറരുതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സുകുമാരൻ നായരുടെ ചെയ്തികളെ ഇതിനു മുൻപും സംഘടനയ്ക്കുള്ളിൽ ഗണേഷ് കുമാർ ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്ന നീക്കങ്ങൾ സുകുമാരൻ നായർ നടത്തി വന്നതായാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ സുകുമാരൻ നായർ അണിയറയിൽ പ്രവർത്തിച്ചുവെന്ന് ഗണേഷ് കുമാർ തുറന്നടിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. കൂടാതെ വഴിവിട്ട നിയമനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ അഴിമതികളും ഗണേഷ് കുമാർ തുറന്നു കാണിച്ചിട്ടുണ്ട്. പ്രബലരായ ഈ 2 നേതാക്കളും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.